യുഎഇയുടെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴ തുടരുന്നു. താഴ്ന്ന പ്രദേശങ്ങളിലും പ്രധാന റോഡുകളിലും രൂക്ഷമായ വെള്ളക്കെട്ടാണ് അനുഭവപ്പെടുന്നത്. ദുബായ്, അബുദാബി, ഷാർജ, അജ്മാൻ, റാസൽ ഖൈമ തുടങ്ങിയ വിവിധ എമിറേറ്റുകളിലും അതിശക്തമായ മഴയാണ് രേഖപ്പെടുത്തിയത്. നാളെയും മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. യുഎഇയുടെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴും ശക്തമായ മഴ തുടരുകയാണ്. താഴ്ന്ന പ്രദേശങ്ങളിലും പ്രധാന റോഡുകളിലും രൂക്ഷമായ വെള്ളക്കെട്ടാണ് അനുഭവപ്പെടുന്നത്. യുഎഇയിൽ തുടർച്ചയായ 5-ാം ദിവസവും മഴ തുടരുകയാണ്. അതോടൊപ്പം ദുബായ്, അബുദാബി, ഷാർജ, അജ്മാൻ, റാസൽ ഖൈമ തുടങ്ങിയ വിവിധ എമിറേറ്റുകളിലും അതിശക്തമായ മഴയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ രേഖപ്പെടുത്തിയത്. തുടർച്ചയായ മഴയിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടത് മാത്രമല്ല, പ്രധാന റോഡുകളിൽ ഉൾപ്പെടെ വെള്ളം കയറിയതും വാഹന ഗതാഗതം തടസ്സപ്പെടുത്തി. മോശം കാലാവസ്ഥയെ തുടർന്ന് വിവിധ സ്ഥലങ്ങളിലേക്കുള്ള ബസ് സർവീസുകളും താൽക്കാലികമായി നിർത്തിവച്ചിട്ടുണ്ട്. മുൻകരുതൽ നടപടികളുടെ ഭാഗമായി പ്രധാന റോഡുകൾ പലതും അടച്ചു. ശക്തമായ കാറ്റിൽ നിരവധി മേഖലയിൽ നാശനഷ്ടവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. താമസ മേഖലയിൽ നിർത്തിയിട്ടിരുന്ന ഒട്ടനവധി വാഹനങ്ങളും വെള്ളത്തിലകപ്പെട്ടു. നാളെയും മഴ തുടരുമെന്നാണ് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. അതിനാൽ തന്നെ ജനങ്ങൾക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും അധികൃതർ അറിയിച്ചു. കാറ്റിന്റെ വേഗത മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത കൈവരിക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, മിന്നൽ പ്രളയമുണ്ടായി ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഒമാനിൽ മഴയ്ക്ക് ശമനമില്ല. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴും ശക്തമായ മഴ തുടരുന്നുണ്ട്. മുസന്തം, അൽ ബുറൈമി, നോർത്ത് അൽ ബാത്തിന, അൽ ദഹ്റ, അൽ ദഖ്ലിയ എന്നിവിടങ്ങൾക്ക് പുറമെ മസ്കറ്റ്, സൗത്ത് അൽ ബാത്തിന, നോർത്ത് അൽ ഷർഖിയ, സൗത്ത് അൽ ഷർഖിയ, അൽ ബുസ്ത തുടങ്ങിയ ഗവർണറേറ്റുകളിലും ശക്തമായ മഴയാണ് രേഖപ്പെടുത്തിയത്. വരും മണിക്കൂറുകളിൽ മഴ കൂടുതൽ ശക്തമാകുമെന്നാണ് മുന്നറിയിപ്പ്. കാലാവസ്ഥാ മാറ്റത്തിന്റെ പശ്ചാത്തലത്തിൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ഡിസാസ്റ്റർ മാനേജ്മെന്റ് മുന്നറിയിപ്പ് നൽകി. താഴ്വരകളിൽ നിന്നും വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിൽ നിന്നും പൂർണ്ണമായും വിട്ടുനിൽക്കണമെന്നും കടൽ തീരങ്ങളിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്. ഒപ്പം വാഹനമോടിക്കുന്നവർക്കും വിമാനയാത്രക്കാർക്കും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.